നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. സംസ്ഥാന PRD വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ ചെലവിൽ പാർട്ടി ക്ലാസ്. പബ്ലിക് റിലേഷൻ മെച്ചപ്പെടുത്തുന്നതിന് ഉദ്യോഗസ്ഥർക്ക് PRD ചെലവിൽ നടത്തിയ ക്ലാസ്സിലാണ് CPM നേതാവും ഇടത് അനുകൂല നിലപാടുമുള്ള മാധ്യമപ്രവർത്തകരും ക്ലാസ് എടുത്തത്. തിരുവനന്തപുരത്ത് നടന്ന ദ്വിദിന പഠന ക്ലാസ്സിൽ CPM രാജ്യസഭാ അംഗവും പാർട്ടി ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ ബ്രിട്ടാസ്, ഇടത് അനുകൂല നിലപാട് ഉയർത്തുന്ന മാധ്യമപ്രവർത്തകൻ ഡോക്ടർ അരുൺ കുമാർ, മുൻ മാധ്യമപ്രവർത്തകയും അധ്യാപികയുമായ MS ശ്രീകല എന്നിവരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്തത്. ജോൺ ബ്രിട്ടാസ് നിലവിൽ CPM കേന്ദ്ര കമ്മിറ്റി സ്ഥിരം ക്ഷണിതാവും സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ്. പാർട്ടിയുടെ രാജ്യസഭാ MP-യായ ഇദ്ദേഹം പാർട്ടി ചാനലായ കൈരളി ന്യൂസിൻ്റെ MD കൂടിയാണ്. തൃശ്ശൂരിലെ CPM നേതാവ് TK വാസുവിൻ്റെ ഭാര്യയാണ് മുൻ മാധ്യമപ്രവർത്തകയായിരുന്ന MS ശ്രീകല. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ ശ്രീകൃഷ്ണ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി MS ശ്രീകലയ്ക്ക് ജോലി ലഭിച്ചത് വൻ വിവാദമായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പടക്കം വാർത്തകളുടെ ഉള്ളടക്കത്തിൽ CPM അനുകൂല പ്രചാരണം നടത്തുന്നുവെന്ന പേരിൽ കോൺഗ്രസ് ബഹിഷ്കരിച്ചിരിക്കെയാണ് റിപ്പോർട്ട് ചാനലിൻ്റെ വാർത്താ അവതാരകനായ അരുൺ കുമാറിനെ ക്ലാസ് എടുക്കാൻ ക്ഷണിച്ചത്. കഴിഞ്ഞ ആഴ്ചയാണ് തിരുവനന്തപുരം ക്രോഫ്റ്റ് വില്ലേജിൽ 2 ദിവസത്തെ പഠന ക്ലാസ് സംഘടിപ്പിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ PRD വകുപ്പിൽ പുതുതായി ചേർന്ന ഉദ്യോഗസ്ഥരെ അടക്കം പങ്കെടുപ്പിച്ചായിരുന്നു ക്ലാസ്. സംസ്ഥാന സർക്കാരിൻ്റെ PR പ്രവർത്തനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതായിരുന്നു പഠന ക്ലാസിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന്. എന്നാൽ പരിപാടിയിൽ ക്ലാസ് എടുക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മാനദണ്ഡം എന്തായിരുന്നുവെന്ന് PRD വ്യക്തമാക്കുന്നില്ല. ക്ലാസ് എടുക്കാൻ സംസ്ഥാനത്തിൻ്റെ അകത്തു നിന്നോ പുറത്തു നിന്നോ മറ്റേതെങ്കിലും മാധ്യമ പ്രവർത്തകരെ ക്ഷണിച്ചോ എന്ന ചോദ്യത്തിന് വകുപ്പ് യാതൊരു മറുപടിയും നൽകിയില്ല. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.